നമ്മിൽ പലരുടെയും ജീവിതം, നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ചില ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടതുമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓണം കഴിഞ്ഞാൽ അടുത്ത ഓണം, ഇവിടെ വടക്കേന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരു ദീപാവലി കഴിഞ്ഞാൽ അടുത്ത ദീപാവലി. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നതും അവനവൻ്റെ ആയുസിനെ കുറിച്ച് പോലുമുള്ള പ്രതീക്ഷകൾ വളർത്തുന്നത്. അതൊരു പ്രതീക്ഷയാണ്, ഒരു പ്രത്യാശയാണ്. അടുത്ത ഓണമാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അടുത്ത ദീപാവലി ആകുമ്പോഴത്തേക്കും എനിക്ക് ചില മാറ്റങ്ങൾ വരുത്തും, അത് സംഭവിക്കും. ഇത് മൂന്നും ഒരു പ്രതീക്ഷയാണ്, ഒരു വിശ്വാസവുമാണ്. അത് ദൈവം തരുന്ന പ്രത്യാശയിലുള്ള വിശ്വാസം മാത്രം തന്നെയാണ്. കാരണം ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണല്ലോ ആശിക്കുന്നത്. ആശിക്കാനായിട്ട് അനുഗ്രഹം തരുന്നതും എന്തോ എല്ലാം ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയുമാണല്ലോ, അല്ലെങ്കിൽ ഒരു 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 ആശ്വാസവുമാണല്ലോ. എല്ലാം ശരിയാവും എന്നൊരു ആശ്വാസം നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഈ ഉള്ള് എന്ന് പറയുന്നതാണ് ദൈവം വസിക്കുന്ന ഇടം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ദൈവം തോന്നിക്കുന്ന ആ ഒരു തോന്നൽ ദൈവം തരുന്നത് തന്നെയാണ് ആശ്വസിക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് ഞാൻ നന്നാവും, അതിന് പരിശ്രമിക്കണം എന്നുള്ള 3 ഘടകങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പരിശ്രമിച്ചാലേ ഞാൻ നന്നാവുകയുള്ളൂ. നന്നാവാനായിട്ട് ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ചിന്തയാണത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത്. നമ്മൾ എല്ലാവരും പേന ഉപയോഗിച്ച് ഒപ്പിടുന്നവരാണ്. ചിലപ്പോൾ തിരക്കിട്ട് നമ്മൾ ഒപ്പിടുമ്പോൾ ചില പേനയിൽ മഷിയുണ്ടോ എന്ന് നോക്കാൻ മറന്നുപോകും. അപ്പോൾ ആ പേന ഉപയോഗിച്ച് ഒപ്പിട്ട് തുടങ്ങും, തെളിയില്ല, ഒപ്പ് പൂർത്തിയാക്കണ്ടേ. അപ്പോൾ പേന നമ്മൾ കുടയും, പിന്നെയും എഴുതും, പിന്നെയും നിന്ന് പോകും. ഈ പേനയിൽ മഷിയില്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും നമ്മളൊന്ന് ശക്തിയായി കുടഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തരത്തിൽ ഒരു മഷിയിലൊന്ന് മുക്കാനോ എന്തെങ്കിലും ചെയ്താൽ എങ്ങനെയെങ്കിലും ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തും. കാരണം ആ പേന ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ഒപ്പിട്ട് പൂർത്തിയാക്കും. കാരണം ഒരു പേന കൊണ്ട്, ഒരു മഷി കൊണ്ട് തുടങ്ങിയ ഒപ്പ് ആ മഷി കൊണ്ട് തന്നെ, ആ പേന കൊണ്ട് തന്നെ പൂർത്തിയാക്കിയേ പറ്റൂ. വേറെ ഒരേ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് ഒപ്പിടാനുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റിൽ ആ പേന ഉപയോഗിച്ച് തന്നെ ഒപ്പിടണം. അപ്പോൾ എങ്ങനെയെങ്കിലും ആ പേനയുടെ നിബ് അല്ലെങ്കിൽ ആ പേനയുടെ എഡ്ജ് കൊണ്ട് തന്നെ ആ മഷി വരുത്തി നമ്മൾ ഒപ്പിട്ട് തീർക്കും. അപ്പോഴേ നമുക്കൊരു ആശ്വാസമുള്ളൂ. ഒരു പേനയും അപ്രകാരം ഒപ്പിടാൻ പൂർത്തിയാക്കാതെ 1 കുടഞ്ഞിട്ട് 2 കുടഞ്ഞിട്ട് 1 ചൂടാക്കിയിട്ട് 1 പരിശ്രമിച്ചിട്ട് ഒരു പേനയും നമുക്ക് ഒപ്പ് പൂർത്തിയാക്കാൻ മഷി തരാതെ പോയിട്ടില്ല. അത് ജീവിതത്തിൽ നാം നിരന്തരം കാണുന്ന അല്ലെങ്കിൽ പല പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. അങ്ങനെ തീർന്നു എന്ന് നമ്മോട് സംസാരിച്ച ആ പേനയിൽ നിന്നും തീർന്നിട്ടില്ല, ഇനിയും നിന്നിൽ നിന്നും എനിക്ക് എൻ്റെ പ്രതീക്ഷ പൂർത്തിയാക്കാനാവും എന്ന് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനപ്പുറം ജീവിതത്തിൻ്റെ പ്രതീക്ഷയെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച് ഒരു വ്യാഖ്യാനത്തിൻ്റെയോ ഒരു ചിന്തയുടെ ആവശ്യമില്ല. നാം തീർന്നു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്നും പിന്നെയും നമുക്ക് മുളച്ച് വരാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പൂർത്തിയാക്കാനായിട്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് ഇനിയും കിട്ടും. 1 കുടയണം, 1 ചൂടാക്കണം, 1 തട്ടണം എന്നൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ മുമ്പിൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ വരുന്ന ഒരു കുടച്ചിൽ, ഒരു തട്ടൽ, ഒരു ചൂടാക്കൽ നമുക്ക് അപ്പോൾ അല്പം അസ്വസ്ഥതയോ വേദനയോ ഒക്കെ തോന്നാം എന്നുണ്ടെങ്കിലും അത് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള, നമ്മിൽ ദൈവം ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടലും കുടച്ചിലും ചൂടാക്കലുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. പിടിച്ച് നിന്നാൽ പിടിച്ച് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പിടിച്ച് കയറാൻ തക്കവണ്ണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് നമ്മുടെ കയ്യിലുള്ളതാണ്, ഒരു സ്റ്റിയറിംഗ് ആണ്. ആ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ദൈവം തന്നെ അനുഗ്രഹം തരട്ടെ. ദൈവം തന്ന അനുഗ്രഹത്തോട് സഹകരിക്കാനായിട്ട് നമുക്ക് തന്നെ ഒരു മനസ്സ് കിട്ടട്ടെ. ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തോടുള്ള സഹകരണമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ വിജയമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയട്ടെ. ആ സഹകരണം എന്നുള്ള പിടിച്ചു നിൽക്കലാണ് പിടിച്ചു കയറാനായിട്ടുള്ള വള്ളിയും ഗോണിയും പടവുകളും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് തരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.